RT നിയമം 2009 ഏത് വകുപ്പ് പ്രകാരമാണ് കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ 17 അല്ല കേട്ടോ, അത് അയിത്ത നിർമ്മാർജ്ജനമാണല്ലോ. RT നിയമത്തിലെ എത്രാമത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. 17ാമത്തെ വകുപ്പ് പ്രകാരം ഈ വകുപ്പ് കുട്ടികൾക്കെതിരെ ശാരീരികവും മാനസികവുമായ എല്ലാത്തരം പീഡനങ്ങളും പൂർണ്ണമായി നിരോധിക്കുന്നതാണ്. ശാരീരികവും മാനസികവുമായ എല്ലാത്തരം പീഡനങ്ങളെയും പൂർണ്ണമായിട്ട് നിരോധിക്കുന്നു. RTയിലെ ഏത് വകുപ്പാണ്? 17ാമത്തെ വകുപ്പ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. RTയിലെ 17ാമത്തെ വകുപ്പ് ആണ് കുട്ടികളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതും എല്ലാം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നത്. ഏത് പ്രകാരം എന്ന് ചോദിച്ചാൽ ഏത് പ്രകാരം വേണം പറയാൻ വേണ്ടിയിട്ടാ? 17. നെക്സ്റ്റ്, ഇനി ഒരു ക്വസ്റ്റ്യന് NCFTE 2009 അനുസരിച്ചിട്ട് അധ്യാപക പരിശീലന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? പ്രതിഫലനാത്മകമായിട്ടുള്ള പരിശീലനവും പ്രായോഗിക അനുഭവങ്ങൾക്കും റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അധ്യാപക പരിശീലന പരിപാടികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിനാണ്. അതായത് അവരവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾക്കായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അധ്യാപക പരിശീലന പരിപാടികളിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സിദ്ധാന്തം പഠിക്കാൻ വേണ്ടിയിട്ടാണോ, നിരന്തരമായി പരീക്ഷകൾ നടത്താനാണോ, വിപണി കേന്ദ്രീകൃതമായ നൈപുണ്യ വികസനത്തിനാണോ? അല്ല, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ്, അതായത് സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ത്രൂ ഓരോരോ കാര്യങ്ങൾ പിള്ളേർക്ക് പറിച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, RT 2009 അനുസരിച്ച് ഒരു അധ്യാപകൻ ആഴ്ചയിൽ കുറഞ്ഞത് എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടതുണ്ട്? എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടതുണ്ട്? 45 മണിക്കൂർ ജോലി ചെയ്യേണ്ടതുണ്ട്. വിഭാവനം ചെയ്യുന്ന അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലെ 3 മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? NCFT 2009 വിഭാവനം ചെയ്യുന്ന അധ്യാപക വിദ്യാഭ്യാസ തസ്തികയില വരാത്തത് കരിക്കുലം ആൻഡ് പെഡഗോഗി, ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഇന്റേൺഷിപ്പ്. ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? വിദേശ പഠനത്തിനെ പറ്റിയിട്ട് എവിടെ പറയുന്നില്ല. അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലെ 3 പ്രധാനപ്പെട്ട മേഖലകൾ ഏതെന്ന് പഠിച്ചു വെക്കണം. മനസ്സിലായോ? ചിലപ്പം ഏത് എന്ന് ചോദിക്കാം. കരിക്കുലം ആൻഡ് പെഡഗോഗി പഠിച്ചു വെക്കണം. എന്താണ് കരിക്കുലം ആൻഡ് പെഡഗോഗി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസ മേഖലകളിലെ ഒരു ഏരിയ ആണ്. ആരുടേത്? ടീച്ചേഴ്സിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിലെ പ്രധാനപ്പെട്ടാണ് കരിക്കുലം ആൻഡ് പെഡഗോഗി. ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നതും ഒരു മേഖലയാണ്. എന്താണ്? ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഒരു മേഖലയാണ്. സ്കൂൾ ഇന്റേൺഷിപ്പ്, അപ്പം ഇന്റേൺഷിപ്പ് ഉണ്ട്, ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, കരിക്കുലം ആൻഡ് പെഡഗോഗി എന്നിവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ? അതായത് അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലെ 3 പ്രധാനപ്പെട്ട മേഖലകൾ ആണ് കരിക്കുലം ആൻഡ് പെഡഗോഗി, ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഇന്റേൺഷിപ്പ്. ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലം ആൻഡ് പെഡഗോഗി സ്റ്റഡീസ്, സ്കൂൾ ഇന്റേൺഷിപ്പ് എന്നിവയാണ് NCFTE വിഭാവനം ചെയ്യുന്ന അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലെ 3 പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറഞ്ഞത്. കരിക്കുലം ആൻഡ് പെഡഗോഗി, ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഇന്റേൺഷിപ്പ്. നെക്സ്റ്റ്, RT നിയമപ്രകാരം അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന എത്ര ശതമാനം കുട്ടികളെ സീറ്റുകളാണ് 1ാം ക്ലാസ്സിൽ മാറ്റിവെക്കേണ്ടത്? അതായത് 2010 നിയമം അനുസരിച്ച് അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് എത്ര % സീറ്റുകൾ മാറ്റിവെക്കണം? 1ാം ക്ലാസ്സിൽ മാറ്റിവെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ശതമാനം സീറ്റുകൾ ആണ്? 25% സീറ്റുകൾ. എത്രയാണ്? 25% സീറ്റുകളാണ് മാറ്റിവെക്കേണ്ടത്. RT നിയമപ്രകാരം അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് എത്ര ശതമാനം സീറ്റുകൾ 1ാം ക്ലാസ്സിൽ മാറ്റിവെക്കണം എന്ന് ചോദിച്ചാൽ എത്ര ശതമാനം സീറ്റുകളാണ്? 25% സീറ്റുകളാണ് പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കേണ്ടത്. ഏത് പ്രകാരം?
12 1(c) പ്രകാരം ആണ്. സ്വകാര്യ സ്കൂളുകളിലെ എൻട്രി ലെവൽ ക്ലാസ്സുകളിൽ എത്ര പെർസെന്റേജ്? 25% സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. 25% സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. പഠിച്ചോ? നമ്മൾ ആദ്യം ഒരെണ്ണം പഠിച്ചല്ലോ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം. അത് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണെന്ന് ഓർത്ത് നോക്കിക്കേ, സെക്ഷൻ 17. ഇപ്പൊ നമ്മള് 25% എൻട്രി ലെവൽ ക്ലാസ്സുകൾ, അതായത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചെന്ന് ചോദിച്ചാൽ എത്ര പറയണം? സെക്ഷൻ 12(1)(c). 12(1)(c). അത് എന്താണ്? എത്ര പെർസെന്റേജ് ആണ് മാറ്റി വെക്കേണ്ടത്? 25% ആണ്. എത്ര പെർസെന്റേജ് ആണ്? 25% ആണ്. ഇനിയും വിലയിരുത്തൽ പ്രക്രിയ എങ്ങനെ ആയിരിക്കണം? തുടർച്ചയായതും സമഗ്രവും. വർഷാവസാന പരീക്ഷകൾ മാത്രം കുട്ടികളെ റാങ്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി പരീക്ഷകളെ ആശ്രയിക്കുന്നത്. ഏതാണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് എവാലുവേഷൻ ആയിരിക്കണം ഇതിനകത്ത് വരുന്നത്. NCFT 2009 അനുസരിച്ച് വരുന്നത്. NCFT 2009 അനുസരിച്ച് വിലയിരുത്തൽ പ്രക്രിയ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ തുടർച്ചയായതും സമഗ്രമായതുമായിട്ടുള്ള വിലയിരുത്തൽ ആയിരിക്കണം. ഇനി RTE നിയമം 2009 അനുസരിച്ച് UP സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം എത്രയിൽ കൂടിയാലാണ് ഒരു പൂർണ്ണ സമയ പ്രധാന അധ്യാപകനെ നിയമിക്കേണ്ടത്? RTE നിയമം 2009 അനുസരിച്ച് UP സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം എത്രയിൽ കൂടിയാൽ ആണ് ഒരു പൂർണ്ണ സമയ പ്രധാന അധ്യാപകനെ നിയമിക്കേണ്ടത്? കുട്ടികളുടെ എണ്ണം 100ൽ കൂടിയാലാണ്. എത്രയിൽ കൂടിയാലാണ്? 100ൽ കൂടിയാൽ ആണ്. UP തലത്തിൽ കുട്ടികളുടെ എണ്ണം 100ൽ കൂടുതലാകുമ്പോൾ ഒരു പൂർണ്ണ സമയ പ്രധാന അധ്യാപകനെ നിയമിക്കണമെന്ന് നിയമം വ്യക്തമാകുന്നു. ഏത് സ്കൂളുകളിലാണ്? അപ്പർ പ്രൈമറി സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം 100ൽ കൂടിക്കഴിഞ്ഞാൽ എത്ര? ഒരു പ്രധാന അധ്യാപകനെ ഫുൾ ടൈം നിയമിക്കേണ്ടതാണ് എന്ന് RTE 2009 പറയുന്നുണ്ട്. അപ്പൊ RTE 2009 അനുസരിച്ച് UP സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം എത്രയിൽ കൂടിയാലാണ് ഒരു പൂർണ്ണ സമയ അധ്യാപകനെ നിയമിക്കേണ്ടത്? 100 കുട്ടികളിൽ കൂടിയാൽ ആണ്. NCFTE ആമുഖത്തിൽ പ്രധാനമായും പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാപരമായ ലക്ഷ്യം ഏതാണ്? NCFTE 2009 ആമുഖത്തിൽ പ്രധാനമായും ഭരണഘടനാപരമായ ലക്ഷ്യം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, കേന്ദ്രീകൃത ഭരണ സംവിധാനം, എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കൽ, സൈനിക വിദ്യാഭ്യാസം നിർബന്ധമാക്കൽ. ഏതാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഏതിന്റെ ഭരണഘടനാപരമായ ലക്ഷ്യം? NCFT 2009 ഭരണഘടനാപരമായ ലക്ഷ്യം എന്താണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതം. അതായത് ഭരണഘടനയില് എവിടെ പറയുന്ന കാര്യങ്ങളാണ്? ആമുഖത്തിലെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയെ വാർത്തെടുക്കുക എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിന്റെ ബേസ് ക്ലാസ് എടുത്ത ടൈമില്. ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിലെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് NCFTE ലക്ഷ്യമിടുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്? ഭരണഘടനാപരമായ ലക്ഷ്യം എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ഭരണഘടനയുടെ എവിടുത്തെ പോയിന്റ്സ് ആണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്? ആമുഖത്തിലെ പോയിന്റ് ആണ് ഈ NCFT 2009 പറഞ്ഞിരിക്കുന്നതിൽ പരാമർശിച്ചിരിക്കുന്നത്. നമ്മൾ എടുത്ത് എന്താണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം. ഇനിയും RTE 2009 അനുസരിച്ച് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിനായി ഏത് രേഖകളുടെ അഭാവത്തിലാണ് പ്രവേശനം നിഷേധിക്കാൻ പാടില്ലാത്തത്? 2009 അനുസരിച്ച് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിന് ഏതു രേഖയുടെ? ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടികൾക്ക് പോലും സ്കൂൾ പ്രവേശനത്തിന് അനുമതി നിഷേധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ RTE നിയമം 2009 അനുസരിച്ച് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിനായിട്ട് ഏതു രേഖയുടെ അഭാവത്തിലാണ് പ്രവേശനം നിഷേധിക്കാൻ പാടില്ലാത്തത്? സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെതാ.
ആ വകുപ്പ് ഏതാണ്? 14 അനുസരിച്ച്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഭരണഘടനയുമായിട്ട്. അതായത് ഭരണഘടനയിൽ പറയുന്നത് റൂൾ ഓഫ് ലോ അല്ലേ. സോ എന്താണ് അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതായത് നമ്മൾ മുമ്പേ സെക്ഷൻ 17 പറഞ്ഞപ്പോ എന്താണ്? ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാൻ പാടില്ല. സെക്ഷൻ 17. 12(1) എന്ത് പറഞ്ഞു? റിസർവേഷൻ ഓഫ് സീറ്റുമായി ബന്ധപ്പെട്ട് 25% എൻട്രി ലെവൽ സ്റ്റുഡൻസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും 14 അനുസരിച്ച് എന്താണ്? ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ ഒരു കുട്ടിക്കും സ്കൂൾ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വകുപ്പ് 14 ആണ്. RT നിയമത്തിലെ 14 അനുസരിച്ചിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ ഒരു കുട്ടിയും സ്കൂൾ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. RT നിയമം 2009 അനുസരിച്ച് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പറയേണ്ടത്? 6 മുതൽ 14 വയസ്സ് വരെ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. എത്രയാണ്? 6 മുതൽ 14 വയസ്സ് വരെയാണ്. പക്ഷേ നമ്മൾക്ക് 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? അവരുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് 6 മുതൽ 18 വയസ്സ് വരെ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. 18 വയസ്സ് വരെ. നോർമൽ സ്റ്റുഡൻസിനാണ് 6 മുതൽ 14. ഭിന്നശേഷിക്കാണെങ്കിൽ 6 മുതൽ 18. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ വന്നത് 2010 ഏപ്രിൽ 1 അല്ലെ? 2010 ഏപ്രിൽ 1. RTE 2009 അനുസരിച്ച് LP സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ട വിദ്യാർത്ഥി അധ്യാപക അനുപാതം എത്രയാണ്? RTE നിയമം അനുസരിച്ച് LP സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ട വിദ്യാർത്ഥി അധ്യാപക അനുപാതം 30:1 എന്നിട്ടുള്ള രീതിയിലാണ് LP സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി UP സ്കൂളിലാണെങ്കിൽ എത്ര പറയണം? 35:1. UP സ്കൂളിൽ RTE നിയമം അനുസരിച്ച് RTE 2009 അനുസരിച്ച് LP സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ട വിദ്യാർത്ഥി അധ്യാപക അനുപാതം എത്രയാണ്? അതായത് 30 വിദ്യാർത്ഥിക്ക് ഒരു ടീച്ചർ എന്നിട്ടുള്ള രീതിയിൽ വേണം വേണ്ടത്. ഇനി UPയിലാണെങ്കിൽ 35 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നിട്ടുള്ള രീതിയിൽ 35 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ. ഒരു അധ്യയന വർഷത്തിൽ LP സ്കൂളുകളിൽ കുറഞ്ഞത് എത്ര പ്രവൃത്തി മണിക്കൂറുകളാണ് നിയമം നിർദ്ദേശിക്കുന്നത്? LP സ്കൂളില് എത്രയാണ് നിർദ്ദേശിക്കുന്നത്? നമ്മൾ പഠിച്ചില്ലേ 800 ആണ്. UP സ്കൂളിലാണെങ്കിൽ എത്ര വേണം? UP ആണെങ്കിൽ 1000. ഒരു അധ്യയന വർഷത്തില് 800 മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസമാണ് വേണ്ടത്? 200 ദിവസം. 800 മണിക്കൂർ അല്ലെങ്കിൽ 200 ഡേയ്സ് ആണ് LP സ്കൂളിൽ വേണ്ടത്. UP സ്കൂളിലാണെങ്കിൽ 1000 മണിക്കൂർ അല്ല എങ്കിലും 220 ദിവസം UPക്ക്. ഒരു അധ്യയന വർഷത്തിൽ LP സ്കൂളുകളിൽ കുറഞ്ഞത് എത്ര പ്രവൃത്തി മണിക്കൂറുകൾ RTE നിർദ്ദേശിക്കുന്നുണ്ട്? 800 മണിക്കൂറാണ് നിർദ്ദേശിക്കുന്നത് LPയില്. UPയിലാണെങ്കിൽ 1000, 220 ഡേയ്സ്. ഇനി NCFT 2009 പ്രധാനപ്പെട്ട ലക്ഷ്യം സ്കൂൾ കുട്ടികളുടെ സിലബസ് കുറയ്ക്കുക, അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സൗജന്യ ഉച്ചഭക്ഷണം നടപ്പിലാക്കുക, ഓൺലൈൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. NCFTയുടെ ലക്ഷ്യം ഏതാണ്? അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. അതാണ് NCFT 2009 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. NCFT തയ്യാറാക്കിയ കേന്ദ്ര ഏജൻസി ഏതാണ്? NCFT തയ്യാറാക്കിയ കേന്ദ്ര ഏജൻസി ഇന്നലെ പറഞ്ഞേ പെട്ടെന്ന്. NCTE ആണ്. NCTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്. NCTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എന്നാണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് തയ്യാറാക്കിയ കേന്ദ്ര ഏജൻസിയാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്. NCTEയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്.
ടീച്ചർ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ, ഇ ഫോർ എഡ്യൂക്കേഷൻ. NCTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. അപ്പൊ പ്രധാനമായിട്ടും ഈ സംഭവത്തിനകത്ത് എന്തുവാ ഫോക്കസ് ചെയ്തത്? NCFTE, അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. അധ്യാപകൻ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട പങ്ക് ഇതനുസരിച്ചിട്ട് എന്തായിരിക്കും? വിവരങ്ങൾ മാത്രം നൽകുന്നു, കർക്കശക്കാരനായ ഭരണാധികാരി, പ്രധാന സഹായി, പരീക്ഷകൻ. ഓപ്ഷൻ സി, പഠന സഹായി ഓർ പ്രേരകൻ. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇന്നലെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത്. കുറച്ച് അഡീഷണലി സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷൻസ് പറഞ്ഞു? സെക്ഷൻ 17, സെക്ഷൻ 14 അനുസരിച്ചിട്ട് എന്തുവാ പറഞ്ഞത്? 14 അനുസരിച്ചിട്ട് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. 12(1) റിസർവേഷൻ ഓഫ് സീറ്റ് 25% ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 എന്ത് പറഞ്ഞേ? 17 എന്ത് പറഞ്ഞു? ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പം LP സ്കൂളിൽ എത്ര അനുപാതം ഉണ്ടായിരിക്കണം? വിദ്യാർത്ഥി അധ്യാപക അനുപാതം 30:1. ആൻഡ് UP-യിലാണെങ്കിൽ 35:1 എന്നുള്ള രീതിയിൽ വേണം. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങളൂടെ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചോണം. ഫയൽ വന്നൊന്ന് നോക്കുക. Okay, bye-bye. Thank you. I love you all. SS.